കാണിക്കാൻ പോകുന്നത് എൻ്റെ ഹോസ്റ്റൽ റൂമാണ്. അപ്പോൾ ഈ റൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഈ റൂമിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സ്റ്റഡി ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലസ്റ്റേർഡാണ്. കാരണം എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെയാണ് വലിച്ചു വാരിയിടാറ്. കാരണം ഞങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് കുറച്ച് കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സ്ഥലം ഇത്ര ക്ലസ്റ്റേർഡ് ആണെങ്കിൽ പോലും നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ടേബിളാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പഠിക്കുകയും ലാപ്ടോപ്പ് യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന സൈഡിൽ തന്നെ നമുക്കൊരു ചാർജിങ് സ്ലോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ലക്ഷ്മി ദേവിനെ ഇവിടെയാണ് വെച്ചത്. പിന്നെ എൻ്റെ തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ലൈവ് ഡ്രീം ക്യാച്ചർ ഉണ്ട്. എൻ്റെ ഒരു നടക്കാതെ പോയൊരു വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ കംസ് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ റൂം, ഈ ആർട്സ് വാള്. ഈ ആർട്ട് വാള് ഞാനൊരു ആർട്ട് സ്റ്റുഡിയോ ആയിട്ട് സെറ്റപ്പ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വലിയ കഥ ഉണ്ട്. അത് ഞാൻ അടുത്തൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വാൾ, അതായത് എൻ്റെ ഫോട്ടോ വാൾ. ഇതിൽ കുറച്ച് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും മെമ്മറീസ് ഒക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വാളാണ്. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ വീട് ഓർമ്മ വരാൻ, വീട്ടിൽ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ ഒരുമിച്ചുള്ള ഫോട്ടോസ് അതിലുണ്ട്. പിന്നെ ഈ ബെഡ് ഇപ്പം കിടക്കുന്ന പോലെ നോക്കണ്ട, അത്യാവശ്യം നല്ല വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ എന്താ പറയുക തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒട്ടിച്ച് ഈ വർക്ക്സ് ഒക്കെ ഞാൻ തന്നെ ചെയ്തായിരുന്നു. പിന്നെ ഈ ഒരു റാക്കിന്റെ മുകളിലാണ് നമ്മൾ സാധനങ്ങൾ, ബാഗും സാധനങ്ങളൊക്കെ വെക്കുക. പിന്നെ അൽമാര എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും കാണാനില്ല. അകത്ത് ഡ്രസ്സ് ഞാൻ അത്യാവശ്യം വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും അത്ര ഓർഗനൈസ്ഡ് ആക്കിയിട്ട് വെച്ചിട്ടില്ല. ഇതിപ്പോ തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല. വി ക്യാൻ സ്കിപ്പ് ദാറ്റ് പാർട്ട്. ആൻഡ് ഇതിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട്. അവിടെയാണ് ബാക്കി സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്നത്. അത്യാവശ്യം വൃത്തിക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന പിന്നെ വേഗം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അവിടെ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാ സാധനങ്ങളും അവിടെയാണ് വെക്കുന്നത്. ആൻഡ് ഹിയർ കംസ് ദ ബെഡിന്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനവും കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലം അതാണ്. അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ ഹോസ്റ്റലിലും ഇങ്ങനെ കാണാനൊരു ചന്തയില്ലെങ്കിലും ഇത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ലൈറ്റിംഗ് ഒന്ന് മാറ്റാം. ജസ്റ്റ് ഇങ്ങനെ സ്നാപ്പ് കണ്ടോ. ഇപ്പം ഇങ്ങനെ ഒരു വാം ലൈറ്റ് സെറ്റപ്പ് വരുമ്പോൾ ഈ റൂം മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ മാറും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഇത് ചിലപ്പം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ലക്ഷറി സെറ്റപ്പാണല്ലോ, രണ്ടുപേർക്ക് മാത്രം റൂം അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇത് ആക്ച്വലി ഫൈനൽ ഇയേഴ്സിന് മാത്രം ഒരു പ്രിവിലേജാണ് ഇങ്ങനെ ഒരു രണ്ടുപേർക്കുള്ള റൂം. ഞാനിവിടെ ഫസ്റ്റ് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഹോസ്റ്റലേഴ്സിന് റൂംസ് അവൈലബിൾ ആയിരുന്നില്ല. അതായത് കുറച്ച് പേർക്കൊക്കെ ഇവിടെ തന്നെ റൂംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരെയും ട്രെയിനീസിലേക്കാണ് മാറ്റിയത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഡോം സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറേ പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ അത് വേറൊരു കൈൻഡ് ഓഫ് ഒരു ലൈഫായിരുന്നു. അതിലേക്ക് ഒരു 10 പേര് 12 പേരൊക്കെ ഒരു ഡോമിലുണ്ടാവും. പിന്നെ അവിടെ നിന്ന് നമ്മൾ മാറ്റിയപ്പോൾ ഇവിടുത്തെ അനെക്സ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്റ്റലുണ്ട്, അവിടേക്കാണ് മാറ്റിയത്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഡോം സെറ്റപ്പായിരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഫോട്ടോസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഡോം സെറ്റപ്പിൽ നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യാം. അപ്പോൾ അതും എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ നല്ല കുറേ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ ഡോമിൽ നിന്നാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം താമസിക്കുന്ന സമയത്ത്, കാരണം ഈ യൂട്യൂബിൽ വ്ളോഗൊക്കെ കണ്ടിട്ട് കോളേജ് ലൈഫിലേക്ക് വരുമ്പോൾ ഡോമിലൊക്കെ നിൽക്കാനാണോ നമ്മൾ വന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഡോം വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ സന്തോഷമുണ്ട്. ആ ഡോം ലൈഫിൽ ഉണ്ടായത് ഹാപ്പൻ ചെയ്ത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ ആ സമയത്ത് എൻ്റെ ഒരു മെയിൻ ഹോബി ആയിരുന്നു അവിടുത്തെ ജനലിൽ കൂടെ ഇങ്ങനത്തെ സൺസെറ്റ്സ് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. പിന്നെ ഒരു ബോണസ് ക്ലിപ്പ് കൂടെ കാണിച്ചു തരാം. അന്നത് എടുക്കുമ്പോൾ നമ്മൾ ഇത്ര ഫണ്ണാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പം കാണുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. അങ്ങനെ നമ്മളൊരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ നമുക്ക് റൂംസ് ഷഫിൾ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് 3 പേരുള്ള റൂമിലേക്കാണ് മാറിയത്. അപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയാണ് റൂം മാറിയത്. അവർ 2 പേരെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും മുന്നേ കണ്ട് ഹായ് ബൈ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ എനിക്ക് പരിചയമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി എൻ്റെ നല്ല കുറേ ഫ്രണ്ട്സ് അവരാണ്. ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വർഷ, നമ്മൾ ആ ഒരു റൂംമേറ്റ് ആയതിനു ശേഷമാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നെ ബിൽഡായത്.
അങ്ങനെ നമ്മൾ ആ റൂമിലേക്ക് മാറി. അപ്പോൾ റൂമിലേക്ക് മാറിയപ്പോൾ കുറച്ചും കൂടെ ഒരു നമ്മളൊരു സ്പേസ് പോലെ ആയില്ല. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ സ്ഥലം ഡെക്കറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കുറച്ച് അങ്ങനെ അലങ്കുലപ്പണികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് റൂമൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ. അപ്പോൾ ആ ഒരു വിഷമം ഞാൻ ഈ ഹോസ്റ്റലിൽ വന്നിട്ടാണ് തീർത്തത്. അപ്പോൾ ഇതൊക്കെ സെക്കൻഡ് റൂമിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. ഞാൻ അവിടുന്ന് ഒരുപാട് ഫുഡ് റിലേറ്റഡ് കോണ്ടന്റ് ആയിരുന്നു എടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ അതൊരു ഫണ്ണായിരുന്നു അന്ന്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആ കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ദെൻ ബിക്കേം മൈ ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ. ഒന്ന് ഉത്തര, ഒന്ന് വർഷ. അപ്പോൾ ഇതും ലൈക്ക് ഞാൻ ആ റൂമിൽ നിന്ന് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തത് ഐ മീൻ കുക്ക് ചെയ്യാനും ഫുഡ് കഴിക്കാനാണെന്ന് തോന്നുന്നു. ആ റൂം എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു മെമ്മറീസ് തന്നൊരു റൂമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് വെക്കലുണ്ടായിരുന്നു കേട്ടോ, പഠിക്കുന്നൊക്കെ. എനിക്ക് സ്പോട്ടിൽ നമ്മൾ ആ റൂമൊന്ന് ലീവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എടുത്തൊരു സെൽഫി ആയിരുന്നു. റൂമിൽ മുതലേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ ചുമരിൽ വരച്ചൊട്ടിക്കുന്ന പരിപാടി എനിക്കുണ്ടായിരുന്നു. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് റൂമിലേക്ക് അത് കൊണ്ടുവന്നു. അപ്പോൾ അത് പിന്നെ അതൊന്നും ബിൽഡ് ചെയ്ത് തേർഡ് റൂമിലേക്ക് അത് തന്നെ കൊണ്ടുവന്നു. നമ്മൾ സെയിം റൂംമേറ്റ്സ് തന്നെയായിരുന്നു തേർഡ് റൂമിലുണ്ടായത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഷിഫ്റ്റ്, ലൈക്ക് ഫൈനൽ ഇയേഴ്സിന് നമുക്ക് ഇഷ്ടമുള്ള റൂം അങ്ങനെയൊക്കെ. പക്ഷേ ഈ റൂമിനെ പറ്റി പക്ഷേ നമുക്ക് എന്താ പറയുക, ഗോഡ്സ് പ്ലാൻ എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ് ഈ റൂം കിട്ടിയത്. പക്ഷേ ഈ റൂം ഇസ് ലൈക്ക് മൈ ഹോം, സെക്കൻഡ് ഹോം തന്നെ പറയാം. കാരണം അത്രയും ഈ റൂമിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ദിസ് റൂം ഹാസ് സീൻ മൈ ഹാപ്പിനെസ്, സാഡ്നെസ്, ഡിപ്രഷൻ, ബ്രേക്കപ്പ് എല്ലാം കണ്ടിട്ടുണ്ടെന്ന് നോക്കാം. ഞാൻ അത്രയും ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ഈ റൂമിന് അറിയാം, അത്രയും ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ ഈ റൂമിന് അറിയാം. ഈ റൂം സോ സ്പെഷ്യൽ ടു മൈ ഹാർട്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ റൂമിനെ ഇങ്ങനെ ആക്കിയെടുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഫുൾ ഇതിലേക്ക് നമ്മൾ കർട്ടൻസ് മുതൽ എല്ലാം സ്ക്രാച്ചിൽ നിന്നാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തത്. ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പും എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്താണ് ഞാനും വർഷയും. കാരണം വർഷയ്ക്ക് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ താല്പര്യമുണ്ട്. അത് ഒരു ഐറണിയാണ്. കാരണം നമുക്ക് നമ്മുടെ റൂംമേറ്റ്സിന് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ ലൈക്ക് അതിനത്ര ഒരു ഭംഗി കാണില്ല. കാരണം അവരും കൂടി ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റൂം അടിപൊളിയാക്കി വെക്കാൻ സാധിക്കും. ആൻഡ് വി ആർ സോ പ്രൗഡ് ദാറ്റ് എല്ലാവരും വന്നിട്ട് ഈ റൂം നല്ല അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട്, ക്ലീനായിട്ട് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൈൻഡ് ഓഫ് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. കാരണം നമ്മൾ രണ്ടുപേരും കുറച്ച് ഓസിഡികളുടെ കൂട്ടത്തിലാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വെച്ച സ്ഥലത്ത് അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. വെറുതെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ആക്കി വെക്കും, അപ്പം തന്നെ എല്ലാം കൊണ്ടേ നാശമാക്കി വെക്കാൻ ചെയ്യും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആളായിരുന്നു. പക്ഷേ അറ്റോമിക് ഹാബിറ്റ്സ് വായിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വന്നത്. കാരണം ഇത് വൃത്തിയാക്കുന്ന പിന്നെ എന്താണ് ഒരു പോയിന്റിൽ നമുക്കത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എഫേർട്ട് എടുക്കുന്നത് കുറയല്ലോ. അങ്ങനെ ഈ റൂം സെറ്റ് ചെയ്തു. അപ്പോൾ ലൈക്ക് വീഡിയോ അത്ര തന്നെയുള്ളൂ. ഞാൻ ജസ്റ്റ് എൻ്റെ ഹോസ്റ്റൽ റൂം മെമ്മറീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഓർത്തിട്ട് ചെയ്ത വീഡിയോ ആണ്. ഒരുപാട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്ത വീഡിയോ അല്ല. So if you like this video, just go like, subscribe and share. പിന്നെ നിങ്ങളുടെ സ്പേസ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇത്രയും ആർഭാടൊന്നും ആക്കിയിട്ടില്ലെങ്കിലും ജസ്റ്റ് നിങ്ങളെ പറ്റണ പോലെ നിങ്ങളുടെ സ്പേസ് ഒന്ന് ഭംഗിയാക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്നും ആ സ്ഥലം നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക മനസ്സിൽ തങ്ങിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.